യോഹന്നാൻ 15-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു, എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. സഹനം ഒരു വരമാണ്. മനുഷ്യബുദ്ധിക്ക് സഹനം സങ്കടമെങ്കിൽ സ്വർഗത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ സഹനം അതൊരു സന്തോഷമാണ്. നമ്മൾ ഓരോരുത്തരും വർഷങ്ങളായി പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ഒരു നല്ല കുഞ്ഞിനെ ലഭിക്കാൻ, ഒരു നല്ല സ്ഥലം, ഒരു നല്ല ഭവനം ലഭിക്കാൻ, കടുത്ത രോഗാവസ്ഥയിൽ നിന്ന് കരകയറാൻ, സാമ്പത്തിക ബാധ്യതകൾ മാറാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മടുത്തിരിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മെ നോക്കി പറയും, ഞാനും നീയുമൊക്കെ ഒരു പരാജയമാണെന്ന്. അത് കേട്ട് നമ്മൾ പൊട്ടിക്കരയുകയും ചെയ്തിട്ടുണ്ട്. എന്നെ മാത്രം എന്തേ ദൈവത്തിന് ആവശ്യമില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞവരാണ് നമ്മളെല്ലാവരും. ക്രൂശിതനെ നോക്കിയും എല്ലാവരും പറഞ്ഞു, പരാജയപ്പെട്ട ജീവിതമെന്ന്. എന്നാൽ ഉത്ഥിതനായ ഈശോയെ നോക്കി ഞാനും നിങ്ങളും പറയും, എൻ്റെ രക്ഷകനാണെന്ന്. കുരിശു മരണത്തിൽ നിന്ന് ഉത്ഥാനത്തിലേക്ക് 3 ദിവസമാണെങ്കിൽ എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ അത് ഈ ഒരു സെക്കൻഡോ നാളെയോ 5 വർഷമോ ആകാം. എന്നാൽ എൻ്റെയും നിൻ്റെയും ഈ സഹനങ്ങൾക്ക് ശേഷം ഉത്ഥാനത്തിൻ്റെ നല്ല ദിനത്തിന് വേണ്ടി കാത്തിരിക്കണം. അത് തീർച്ചയായും നിന്നെ തേടി വരും. ദൈവം അനുവദിക്കുന്ന സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാം. അടുത്ത പരീക്ഷണത്തിൽ നീ വിജയിക്കണമെങ്കിൽ ഈ ചെറിയ പരീക്ഷ നീ പാസ്സായേ പറ്റൂ.